ഈ ഹാർട്ട് അറ്റാക്കും ഈ കാർഡിയാക് അറസ്റ്റും ഒക്കെ ഒന്ന് തന്നെയാണോ? രണ്ടും അതിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. ബട്ട് ചെറിയൊരു വേരിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പം ആ ഒരു വെസൽസിൽ ബ്ലോക്കേജ് വരുമ്പം അപ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻസ് വരും, അത് ആ പമ്പിങ് കപ്പാസിറ്റി കുറയുകയും അങ്ങനെ അതൊരു ബ്ലോക്കിലേക്ക് എത്തുകയും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസസ് അല്ലെങ്കിൽ ന്യൂറൽ കോർഡിനേഷൻസിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് കാരണമാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് സഡൻ ആയിരിക്കും, ചിലപ്പോൾ ആ സിംറ്റംസ് ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. ബട്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ചിലപ്പോൾ അവർക്ക് സിംറ്റംസ് ആയിട്ട് ഒരു പെയിൻ പോലെ ഒരു ഹെവിനെസ് പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണത്. ഓക്കെ. ഇപ്പോൾ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതേ കണ്ടീഷൻ തന്നെയാണ് വരുന്നത്? അത് ആക്ച്വലി നമുക്ക് തന്നെ അറിയാം, ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് രണ്ടും ഇതിൻ്റെ റീസൺസ് സെയിമാണ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ. ഒന്ന് ഹൃദയത്തിൽ നടക്കുന്നു, ഒന്ന് ബ്രെയിനിൽ നടക്കുന്നു എന്നുള്ളതാണ് മെയിൻ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ മൈന്യൂട്ടായിട്ടുള്ള വെസൽസുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ മതി, ചെറിയൊരു എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഭാഗം ഡെഡായി പോകും. അങ്ങനെ വന്ന് പെട്ടെന്ന് കുഴച്ചിൽ വരിക. ചില ആളുകൾക്ക് ഉണ്ടാവും, കംപ്ലീറ്റ് ഉണ്ടായിരിക്കില്ല, ബട്ട് ചെറിയ രൂപത്തിൽ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ അവസ്ഥ, സംസാരിക്കാൻ ഡിഫിക്കൽറ്റി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എത്രത്തോളം അങ്ങനെ ബ്ലോക്ക് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഈ പേഷ്യൻസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് കോസ് ഏകദേശം സെയിം ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ സാധനമൊക്കെ ഏകദേശം സെയിം ആയിരിക്കും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹാർട്ട് അറ്റാക്കിൽ മെയിനായിട്ട് എന്താണ്, ഒന്ന് ചില ആളുകൾക്ക് നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ സ്ക്യൂസിങ് പെയിൻ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ പിഴിയാറില്ലേ, അങ്ങനെ ഒരു പിടി, ഇങ്ങനെ ഒരു പിഴിയുന്ന സ്ഥലത്തിലുള്ള നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വേദന എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് റേഡിയേറ്റ് ചെയ്യും. അതേപോലെ ചില ആളുകൾക്ക് ബാക്ക് സൈഡിൽ ഉണ്ടായിരിക്കും. വളരെ റയറുള്ള ആൾക്കാർക്ക് അബ്ഡമൻ റീജിയനിലേക്ക്, അംബിരിക്കൽ റീജിയൻ, പൊക്കലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടേക്കും വരാറുണ്ട്. അപ്പോൾ ചില കണ്ടീഷൻ നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, അത് അവോയ്ഡ് ചെയ്യും അങ്ങനത്തെ കേസുകൾ. ചില ആളുകൾക്ക് ഈവൻ ടൂത്ത് ഏക്ക് ഉണ്ടെങ്കിൽ പോലും, പല്ലുവേദന ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, റിക്കറൻ്റ് ആയിട്ട് പല്ലുവേദന വരുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പരിശോധിക്കണം ആണോ ഇല്ല എന്നുള്ളത്. കാരണം പല ആളുകൾക്കും പലതരത്തിൽ ഇപ്പോൾ എന്തെങ്കിലുണ്ട് സിംറ്റംസ് കാണുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, സിംറ്റംസ് ഇല്ലാത്തതുണ്ട്. ചില ആളുകൾ സൈലൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻ ഉണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഡയബറ്റിക് വന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി അവരുടെയൊക്കെ നെർവ്സും ഒക്കെ എന്ത് ചെയ്യും, ഡാമേജ്ഡ് ആയിട്ടുണ്ട്, വീക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇമ്പൾസൊക്കെ കുറവുള്ളതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പെയിനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ചെറിയ ശ്വാസം മുട്ടലുണ്ടായിരിക്കും, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ, മൈന്യൂട്ടായിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചത്ര ചിലപ്പം കണ്ടുകൊള്ളുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കത് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് കൺഫേം ചെയ്യണം. ഓക്കെ. ഇപ്പോൾ പല ആളുകളും നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പല ആളുകളും ഇപ്പോൾ സൈലന്റ് അറ്റാക്ക്, അതായത് ഹാർട്ടിന് പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കണ്ടെത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എന്ത് ചെയ്യാണ്, കൊഴിഞ്ഞു വീണ് മരിക്കുകയാണ്. ഇപ്പം പലപ്പോഴും നമ്മളെ ഈ സൈലന്റ് അറ്റാക്കിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. ഈ സൈലന്റ് അറ്റാക്ക് ശരിക്കും വരുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും, അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കാണിക്കാം. അപ്പം അവരെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാവാം, ചിലപ്പോൾ അവർ നല്ല വെയിറ്റ് ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒബൈസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ അവർ സ്മോക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഒരു വ്യക്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കോസസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ജനറലി പറയുമ്പം സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതേപോലെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, അതേപോലെ തന്നെ അമിതമായിട്ട് വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് മെയിൻലി ആ ഒരു ബ്ലോക്കേജ് ടെൻഡൻസി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ റൂട്ട് കോസ് എടുത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാം. ബട്ട് അണ്ടർ മെഡിക്കേഷൻ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ. ഈ സൈലന്റ് അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമുക്കത് കണ്ടെത്താനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ? സിംറ്റംസ് മീൻസ് സൈലന്റ് വളരെ ഷോർട്ടായിട്ടോ സിംറ്റംസ് നോക്കുമ്പം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും മേ ബി കാണിക്കുക. ചിലപ്പോൾ ഒരു ബ്രത്ത് ചേഞ്ചസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് കാണിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവർക്ക് ശരീരം മുഴുവനായിട്ട് വേർക്കുന്ന പോലെ ആവാം, ചിലപ്പോൾ ഒരു പെയിൻ പോലെ ഒരു സ്ലൈറ്റ് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യാം. ബട്ട് സൈലന്റ് ആയതുകൊണ്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സിംറ്റംസ് മാത്രമേ ആ ഒരു കേസസിൽ കാണിക്കാറുള്ളൂ. ഇത് ആക്ച്വലി സൈലന്റ് അറ്റാക്ക് എന്ന് പറയാൻ കാരണം എന്താണ്, അത് സൈലന്റാണ്. അതിന് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, പെട്ടെന്ന് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അതിൽ നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് ഒന്നേ ഉള്ളൂ,
ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഇന്ന് സിംറ്റംസ് ഉണ്ടാകും എന്ന് ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല, സ്റ്റഡീസ് ഇല്ല. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തും എപ്പോഴും സംഭവിക്കാം, എന്തും സിംറ്റംസ് ആകാമെന്നാണ് സിമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നുമില്ല, നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റാന്നേ ഉള്ളൂ. ഇപ്പോൾ രാത്രി ഉണ്ടല്ലോ പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്, അത് ഈ ചെറുപ്പക്കാലം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതിന് ഒന്നുമില്ല, കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ ലേറ്റായിട്ട് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ രാത്രി നല്ല ഹെവി മീൽ കഴിക്കുന്നുണ്ട്, സ്ലീപ്പ് ഭയങ്കര തീരെ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഇൻഫ്ലമേഷൻ കൂട്ടും, ബ്ലോക്ക് പെട്ടെന്ന് ഉണ്ടാകും, പെട്ടെന്ന് മരണം സംഭവിക്കും. ഓക്കെ, അതിൽ ഇപ്പോൾ പറഞ്ഞ വിഷയമാണ് നമുക്ക് അടുത്ത് മെയിനായിട്ട് ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത്, ലേറ്റ് നൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് യുവാക്കളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക്, ഇപ്പോൾ ഭയങ്കര സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഇപ്പോൾ യുവാക്കളിൽ എന്ത് ചെയ്യാണ്, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ബ്ലോക്കുകളൊക്കെ കൂടുകയാണ്, ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുവാക്കൾക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പോൾ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വരാനുള്ള കാരണം? ഇത് വേറെ ഒന്നുമില്ല, ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. വീണ്ടും പറയാനുള്ളത് തന്നെ, അതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി സിഗരറ്റ് സ്മോക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി ഞാൻ തുറക്കത്ത് പറഞ്ഞില്ല, ഇത് ബ്ലഡ് വെസലിന് ഇൻഫ്ലമേഷൻ വരുന്നതാണ്. അപ്പോൾ അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് നിശ്ചിതമായിട്ട് വളരെയധികം കൺട്രോളാക്കിയിട്ട് മാത്രം പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് കുറക്കുന്നതിന് വേണ്ടിയുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പെട്ടതാണ് ഒന്ന് ഹെവി ഫുഡ് കഴിക്കുക എന്നുള്ളത്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, എസ്പെഷ്യലി രാത്രി നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ ഉറങ്ങുന്ന സമയമാണ്, നമ്മൾ എക്സസൈസോ അല്ലെങ്കിൽ മൂവ്മെൻറ്റോ ഒന്നും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, കൊളസ്ട്രോൾ കൂടാൻ അത് വേഗം സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യും, രാത്രി സമയത്ത് കൂടും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ബോഡിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു രക്തക്കുഴലുകളിൽ എൻഡോത്തിൽ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൂട്ടും, പെട്ടെന്ന് ബ്ലോക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ സൈലന്റ് അറ്റാക്കിനെ കുറിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ഒരു സിംറ്റംസും ഇല്ലാതെ അറ്റാക്ക് വരുമോ? തീർച്ചയായും വരും. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, നമുക്ക് ഇന്നാലും സിംറ്റംസ് എന്ന് പറയാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഈ രോഗം ഉള്ള ആളുകൾക്ക് പോലും അറിയില്ല, അങ്ങനെ ഉണ്ടല്ലോ. അതാണ് ഇതിന് മെയിൻ പ്രത്യേകത. കാരണം ഇന്നലെ എണീറ്റ് അവിടെ പോയിരുന്നു, സ്റ്റെപ്പ് കയറിയിരുന്നു, ഇന്നലെ ഫുട്ബോൾ കളിച്ച ആൾ അല്ലെങ്കിൽ ജിമ്മിൽ വർക്ക് ചെയ്ത ആളാണ്, നല്ല ഹെവി ഡ്യൂട്ടി ചെയ്ത ആളാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത സൈലൻ്റ് ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് മരണപ്പെടുന്നു. അതിനൊരു അതായത് നമുക്ക് സ്പെസിഫിക് ഇന്ന റീസൺ എന്ന് പറയാൻ കഴിയില്ല. അതാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് എന്ത് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഓണപരിപാടിയോ എന്തോ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഒരാൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീണു, മരണപ്പെട്ടു, വാർത്തയിലുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം? സെയിം തന്നെയാണ്. അവിടെ ആ ഒരു വെസൽസിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജ് കാരണം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു, അയാൾ അറിയുന്നുണ്ടാവില്ല, അയാൾക്ക് സിംറ്റംസ് ആയിട്ട് ചിലപ്പോൾ ഒന്നും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സൈലന്റ് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്നുള്ളത്. ചിലപ്പം അവരുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളായിരിക്കാം, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെസ് ഹോർമോൺസിൽ റേസ് സംഭവിക്കുമ്പോൾ അങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ അവർ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടായിരിക്കാം. പല ഫാക്ടേഴ്സ് കൊണ്ടും ആ ഒരു ഇൻഫ്ലമേഷൻസ് ട്രിഗർ ചെയ്യും. അപ്പോൾ ആ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് വർക്കൗട്ടുകൾ, ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആ ഡാൻസ് കളിക്കുന്ന വിഷയത്തിൽ, അതിപ്പോൾ എന്ന് ഡാൻസ് കളിക്കാത്ത ആളായിരിക്കും, സ്വാഭാവികമാണ്, ഈ പ്രോഗ്രാമുകൾ യൂസ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ചില ആൾ കംപ്ലൈൻറ്റ് പറയും, എന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ എന്ത് ചെയ്യും, ഒരു ശ്വാസമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ വെക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഹാർട്ട് ബീറ്റ് നല്ലോണം കൂടും, അരിത്മിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, എസ്പെഷ്യലി ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള ആളുകൾക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ബ്ലഡ് ഹൃദയത്തിന് കിട്ടുന്നില്ല, ഹൃദയം നല്ല മിടിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ബ്ലഡ് ഹാർട്ടിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രശ്നം വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഹാർട്ട് അറ്റാക്കിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു, ഇപ്പോൾ കൊഴിഞ്ഞു വീണ് മരിച്ചത്, അല്ലെങ്കിൽ കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്, അത് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന പല കാരണങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അൺഹെൽത്തി ഫാറ്റ്സ് ആണ് മെയിൻലി അതിലേക്ക് ലീഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് രക്തക്കുഴലിലേക്കും അതുപോലെ ഓർഗൻസിലേക്കും വേണം. അൺഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ പിസ്സ, ബർഗർ, അങ്ങനത്തെ കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വെസൽസിൽ ഒരു പ്ലേഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഒബ്സ്ട്രക്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻസ് കാരണം അവിടെ ആ ഒരു ബ്ലഡ് ഫ്ലോ റെഡ്യൂസ്ഡ് ആവുകയും അങ്ങനെ ഇൻഫ്ലമേഷൻസ് വരികയും ബ്ലോക്കേജ് ടെൻഡൻസി ഉണ്ടാവുന്നു. പിന്നെ ഷുഗർ, അമിതമായിട്ട് മധുരം കഴിക്കുന്ന ആളുകളിൽ എന്താ പറയുക, ആ ഒരു ഷുഗർ നമ്മളെ ബോഡി തന്നെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിപ്പോസിഷൻസ് പോലെ ഓരോ ബോഡി പാർട്സിൽ കാണിക്കും. അങ്ങനെ ആ ഒരു ഷുഗർ ഇൻടേക്ക് അമിതമായി കഴിഞ്ഞാലും ഈ ഒരു ബ്ലോക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.